2025 ഫോഴ്സ് പരീക്ഷകൾ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെയൊക്കെ പോലീസ് എന്ന് പറയുമ്പോൾ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ എക്സൈസ്, സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലുള്ള പരീക്ഷകളൊക്കെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 2025 ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയുക. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കമന്റ് ബോക്സ് വഴി ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ ഈ CPO പരീക്ഷയ്ക്കും ഫയർഫോഴ്സിനും എക്സൈസിനും IRBക്കൊക്കെ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ഇനി നമ്മുടെ പ്രിപ്പറേഷൻ വേണ്ടത്, ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്, റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 2025 ഈ പറയുന്ന എക്സാമിനേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക, ജൂൺ ജൂലൈ ഓക്കെ എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ജനുവരിയിൽ വന്നു, ഏകദേശം ഒരു 6 മാസത്തെ ടൈമാണ് നമുക്കുള്ളത്. 6 മാസം വേണ്ട, ഒരു 5 മാസം പിടിക്കുക. ഒരു 5 മാസത്തെ ടൈം ഗ്യാപ്പാണ് നമുക്ക് നിലവിൽ കേരള PSC തന്നിട്ടുള്ളത്. ഈ 5 മാസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കവർ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ പുസ്തകങ്ങൾ റെഫർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി ഏതെങ്കിലും വരണം, തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി ഒന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് തരുന്ന വർക്കുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള പോർഷൻസും അതിനകത്ത് തന്നിട്ടുള്ള എക്സാംസ്, മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഒരാഴ്ചയിൽ ഇപ്പൊ തിങ്കളാഴ്ചയാണ് തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി വരുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ സമയം നമുക്കുണ്ട്, ഒരു തിങ്കളാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെയുള്ള സമയം നമുക്കുണ്ട്. ആ ഒരു ടൈമിൽ, ആ ഒരാഴ്ചത്തെ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് എക്സ്പേർട്സുകൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പോർഷൻസ് അതിലൂടെ തന്നെ കവർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത് എന്നുള്ള കാര്യം കൂടി പറയാനുണ്ട്. മറ്റൊന്നുമല്ല, അത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ പോലീസ് മാത്രമാണ് ലക്ഷ്യമെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയൊക്കെ മിസ്സാവുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നിലവില് നമ്മുടെ സിലബസ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ആയാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും CPOയുടെ ഒക്കെ ആണെങ്കിലും ഇതിന്റെയൊക്കെ പ്രിലിംസ് പരീക്ഷകൾ നമ്മുടെ CPOയ്ക്കും എക്സൈസിനും ഫയർഫോഴ്സിനും പ്രിലിംസ് ഇല്ല. ഓക്കെ, നമ്മുടെ സബ് ഇൻസ്പെക്ടറിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനുമാണ് പ്രിലിംസ് ഉള്ളത്. അപ്പോ ടോട്ടൽ പറഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു സിലബസ് ഉണ്ടല്ലോ, ആ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിൽ തന്നെ നമുക്കിപ്പോ CPOയുടെയും അതുപോലെ തന്നെ നമ്മുടെ +2 ലെവൽ ജോലികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു കടമ്പ നിങ്ങൾക്കുണ്ട്. കാരണം അത് കുറച്ചു കാലം കൊണ്ട് ഇപ്പോൾ കേരള PSC കൊണ്ടുവന്ന പുതിയൊരു മോഡലാണെന്ത്, സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുക, ജോലി സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് കേരള PSC കൊണ്ടുവന്ന പുതിയൊരു മാറ്റമാണ്. അപ്പോൾ അതില് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് അല്ല ഫയർമാൻ്റെതല്ല എക്സൈസിൻ്റെത്, മൂന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, CPOയ്ക്കകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, കേരള പോലീസ് ആക്ട്, NDPS ആക്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ തന്നെ നിലവിൽ ഇപ്പോൾ BNS, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ പോലുള്ള പുതിയ IPCയുടെ ഒക്കെ പുതിയ ഫോംസ് ഉണ്ട്. അപ്പൊ അതിലോട്ട് മാറണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിലവിൽ അത് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നിലവിൽ കേരള PSC എന്ന സിലബസ് പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ സിലബസ് മിക്കവാറും 1-2 ആഴ്ചക്കകത്ത് സിലബസും പുറത്തു വരും. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പുവരാവും. ഓക്കെ, അതുപോലെ തന്നെ എക്സൈസിലോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് NDPS ആക്ട് പഠിക്കാനുണ്ട്, കോട്ട്പ ആക്ട് പഠിക്കാനുണ്ട്, ലിക്കർ ആക്ട്, ഫോറിൻ ലിക്കർ ആക്ട് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് എക്സൈസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഫയർമാനിലേക്ക് വരുമ്പോൾ എന്താണ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എത്ര തരത്തിലുണ്ട്, അതുപോലെ എന്താണ് ബ്ലേവ്, എന്താണ് ബേൺസ്, എന്താണ് സ്കാർസ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ 20 മാർക്കിനാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിലവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താഴെ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ട് 9961169272.
ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. അത് കോൾ എനേബിൾഡ് നമ്പർ അല്ല മക്കളെ, ശ്രദ്ധിക്കുക, കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾ ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ ഇപ്പൊ ഏത് ബാച്ചാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയ ശേഷം ഏതാണ് വേണ്ടത്, ഏത് കോഴ്സ് ബാച്ച് ആണ് വേണ്ടത് എന്നുള്ള കാര്യം വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അതുപോട്ടെ, അപ്പോൾ എക്സാമിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 100 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് നമുക്ക് നിലവിലുള്ളത്. അതില് ഇപ്പോ ഹിസ്റ്ററി അല്ലെങ്കിൽ പോട്ടെ ബാക്കി GK പോർഷൻസ് എല്ലാം കൂടി മാറ്റി നിർത്തിയാൽ 20 മാർക്കിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, 10 മാർക്കിന് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് അവിടെ എത്ര മാർക്കായി? 50 മാർക്കായി. നിങ്ങളുടെ ഇംഗ്ലീഷും മാത്സും മലയാളവും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്ര മാർക്ക് ഉറപ്പിക്കാം? ഈ 50-ല് ഒരു 40 മാർക്ക് വാങ്ങിയാൽ തന്നെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അവിടെ. പിന്നെ ബാക്കിയുള്ള 50 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? GK ടോപ്പിക്കാണ്, ജനറൽ ടോപ്പിക്കുകളാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള സമയത്ത് നമ്മുടെ സെൽഫ് സ്റ്റഡിയിലോ നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്ന മാർക്കുകളാണ് ആ 50 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഗ്രിഗേറ്റ് ഒരു 50+ മാർക്കിലോട്ട് പോയാണെങ്കിൽ മാത്രമേ, നിങ്ങൾക്കറിയാം കട്ട് ഓഫുകളൊക്കെ നിലവിൽ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ മാക്സിമം മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും 1-2 മാർക്ക് കുറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു 7-8 മാർക്ക് കൂടിയെന്നിരിക്കും. അപ്പൊ ഏത് രീതിയിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് അതിനാവശ്യം പോലെ സമയമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങളുടെ കേസിലേക്ക് നമുക്ക് കിടക്കാം. റെഫർ ചെയ്യേണ്ട പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കും +2 ലെവലാണ് പഠിക്കുന്നതെങ്കിൽ +2 ലെവലിന്റെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുക. അത് നിങ്ങളിപ്പോൾ ലക്ഷ്യമാണെങ്കിലും ടാലന്റ് ആണെങ്കിലും ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം. കാര്യം നിങ്ങൾക്ക് ടോപ്പിക്കുകൾ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കി ഒരു റാങ്ക് ഫയൽ ഉണ്ടായേ തീരത്തുള്ളൂ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് റാങ്ക് ഫയൽ ഒന്നും വേണ്ട, SCRT മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ പറ്റത്തില്ല, ഒരു റാങ്ക് ഫയൽ എന്തായാലും വേണം. ഒരു +2 ലെവലിന്റെ റാങ്ക് ഫയൽ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക? വാങ്ങിച്ച് വച്ചേക്കുക. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ PSC പള്ളിക്കൂടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള SCRT NCRT പാഠങ്ങളുടെയൊക്കെ ക്രക്സ്, അതിന്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്ത് ചെയ്യുക? SCRT NCRTയുടെയൊക്കെ +2 ലെവൽ വരെയുള്ള SCRT ആണ് ഏറ്റവും പ്രധാനമുള്ളത്. അപ്പൊ SCRT 10 വരെ, പിന്നെ +1 +2 NCRT, ആ ഒരു ലെവലിലുള്ള ടെക്സ്റ്റുകളുടെയൊക്കെ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പൊ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അതുകൂടി നിങ്ങൾ അന്ന് കൂടെ തന്നെ പഠിച്ചു പോകുക കേട്ടോ. കാരണം അതിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. SCRT ആണ് PSCയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ ചാനലിലോട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കോഴ്സുകളും ബാച്ചുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് 99% മാർക്കും കിട്ടുന്നത് നമ്മുടെ ചാനലിൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും. എക്സാം അടുപ്പിച്ചുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെയുള്ള റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. എൻ്റെ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്കുണ്ടാവും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും, നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്? ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് വേണം? തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ രീതി ഒരെണ്ണം ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCRT NCRT അല്ലെ, SCRTയുടെ 5 തൊട്ട് 10 വരെ, അതുപോലെ തന്നെ NCRTയുടെ +1 +2, അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ തന്നെ റെഫർ ചെയ്യുക. ഇത് 3 മതി നമുക്ക്. ഇത്രയും 3 തന്നെയാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആഴ്ചയിൽ 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ടെലഗ്രാം ചാനലിലുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഈ പറയുന്ന പരീക്ഷകളൊക്കെ നടത്തുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ KFPSC നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC എന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ ടെലഗ്രാം ചാനൽ കാണാൻ കഴിയും. അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിൽ നിങ്ങൾ മീഡിയാസ് എടുത്തിട്ട് അതിൽ ഫയൽസ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ PDF അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അതിൽ വഴി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം?
ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ബേസ് കിട്ടത്തുള്ളൂ. 2-3 വർഷം കൊണ്ട് പരീക്ഷ എഴുതുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം. പുതുതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഈ പറയുന്ന CPO പഠിക്കുന്ന കൂട്ടുകാരിലേക്കും എക്സൈസ്, ഫോഴ്സ് എക്സാംസ്, അതുപോലെ തന്നെ ഇതേ കാര്യം തന്നെയാണ് നിങ്ങളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പ്രിലിംസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏത് പരീക്ഷയാണെങ്കിലും ഈ ഒരു ബേസിക് ലെവലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി നോക്കുക, ശനി അല്ലെങ്കിൽ ഞായർ, ഒരാഴ്ചയിലെ ശനി ഞായർ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. SCERT പുസ്തകങ്ങളുടെ ക്രക്സ് നിങ്ങൾ വായിക്കുക, ഒന്നിനും ടെക്സ്റ്റ് ആയിട്ട് വായിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബുക്കുകൾ വായിച്ചാലും നിങ്ങൾ മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ റാങ്ക് ഫയൽ വെച്ച് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ശേഷം സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചുകളിൽ തരുന്ന രീതിയിൽ കൃത്യമായിട്ട് ആ ക്ലാസ്സുകൾ കൂടി ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. എനിക്കറിയാം ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരുണ്ട്, ഒരുപാട് പേര് ജോലിക്ക് പോയി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ജോലി നിർത്തി വെച്ച് പഠിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡീസിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അങ്ങനെ പറ്റത്തില്ല, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ടൈം നിങ്ങൾ ഇപ്പോൾ എഫേർട്ട് എടുക്കുക. ഒരു എക്സാമിന് ഒരു 2-3 മാസം പറ്റുമെങ്കിൽ എക്സാമിന് ഒരു 2 മാസം മുന്നെങ്കിലും ഇപ്പോൾ പോകുന്ന ജോലി എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെച്ച ശേഷം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡീസിലോട്ട് കൊടുക്കുക. ഒരു 2 മാസം മുന്നേ അത്രയും വേണം. കാര്യം നമുക്ക് അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് IRBയിൽ ആദ്യം ഫിസിക്കൽ ആണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ IRBയിൽ മിക്കവാറും ആദ്യം എക്സാമിനേഷൻ തന്നെയാണ് നടത്തുന്നത്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടായിരുന്നത്. എക്സാമിന് നമ്മുടെ റിട്ടൺ എക്സാമിന് ശേഷമാണ് പിന്നെ ഫിസിക്കൽ വന്ന്, ഫിസിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എൻഡുറൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ മെഡിക്കലൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം റിട്ടൺ എക്സാമിനേഷൻ തന്നെ ആവാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ PSC ഇത്തവണ അതെന്താണ് മാറ്റുകയില്ല എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ എന്തായാലും ആദ്യം റിട്ടൺ എക്സാമിനേഷൻ വരാൻ തന്നെയാണ് സാധ്യത. IRB എന്ന് പറയുന്നത് +2 ലെവലല്ല, 10th ലെവലാണ്. പക്ഷേ ഈ പറയുന്ന CPOയുടെ സിലബസ് തന്നെയാണ് IRBക്കും വരുന്നത്. അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും അതിനകത്തും കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ CPO പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചാലും നമുക്ക് IRB കിട്ടും. അതിന് കൂടെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റി പഠിച്ചാൽ നമുക്ക് എക്സൈസും ഫയർഫോഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കൂടെ തന്നെ എഴുതിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾ ഇനിയുള്ള സമയം 1 മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങൾ മാക്സിമം സ്റ്റഡീസിന് വേണ്ടി കൊടുക്കുക. 2025 നിങ്ങളുടെ വർഷമാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കത് വീഡിയോസിലൂടെ ഇതേപോലെ എൻ്റെ സംശയങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് വീഡിയോസിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മറുപടി പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള സമയമാണിത്. അപ്പോൾ 2025 നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2025 നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷ ഏതാണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.